അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണങ്ങൾ ഇനിയും കാണാമറയത്ത്. വിമാനത്തിന് കാര്യമായ എഞ്ചിൻ തകരാറോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങൾ അറിയിച്ചത്. ബോയിംഗ് 787 8 പാസഞ്ചർ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ടർക്കിഷ് ടെക്നിക് നടത്തുന്ന റിപ്പോർട്ടുകൾ തുർക്കി സർക്കാരും തള്ളി. എഞ്ചിൻ തകരാറ്, ഫ്ലാപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പൈലറ്റിന്റെ വീഴ്ച, അങ്ങനെ അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കാരണങ്ങൾ പലതാണ്. പക്ഷേ ഈ 4-ാം ദിവസവും അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ ഇനിയും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അപകടത്തിൽപ്പെട്ട AI-171 വിമാനത്തിന്റെ സമഗ്ര പരിശോധന അവസാനമായി നടന്നത് 2023 ജൂണിൽ. ഷെഡ്യൂൾ പ്രകാരം അടുത്ത സമഗ്ര പരിശോധന നടക്കാനിരിക്കുന്നത് ഈ വർഷം ഡിസംബറിൽ. ഇതിനിടയിലാണ് അപകടം. വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ ഈ വർഷം മാർച്ചിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും സ്ഥാപിച്ചിരുന്നതായും വിവരമുണ്ട്. എയർ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡാണ് സി ചെക്ക് നടത്തിയത്. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് അവ്യക്തതകൾ തുടരുന്നതിനിടയിലാണ് തുർക്കിയുടെ പേരും വിവാദവുമായി കൂട്ടിക്കെട്ടുന്നത്. ബോയിംഗ് 787-8 പാസഞ്ചർ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ടർക്കിഷ് ടെക്നിക് നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് തുർക്കി സർക്കാർ തള്ളിയത്. 2024-ലും 2025-ലും എയർ ഇന്ത്യയും ടർക്കിഷ് ടെക്നിക്കും തമ്മിലുണ്ടാക്കിയ കരാറിൽ B777 ടൈപ്പ് വൈഡ് ബോഡി വിമാനങ്ങളിൽ മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്നും ടർക്കിഷ് കമ്പനി വിശദീകരിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന അപകടം. ജീവൻ നഷ്ടപ്പെട്ടത് 270-ലധികം വരുന്ന ആളുകൾക്ക്. ആ അപകടത്തിന്റെ കാരണമെന്തറിയാൻ പൊതുസമൂഹത്തിനും അതറിയിക്കാൻ അധികൃതർക്കും ഉത്തരവാദിത്തമുണ്ട്. VS രാഹുലിനൊപ്പം അഹമ്മദാബാദിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.